നമസ്കാരം, ഞാൻ അദ്വാത്മിക ഷിൽജോ. എല്ലാവർക്കും മലയാളം എക്സ്പ്രസ് ന്യൂസിലെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. സമ്പ്രദായത്തെ തകർക്കുന്ന നയങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നതെന്നും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ പ്രക്ഷോഭം അവസാനിപ്പിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. രാജ്യത്തെ വിദ്യാർത്ഥികൾ ചെയ്ത തെറ്റെന്താണ്? CJP പ്രതിഷേധത്തിനിടെ വിദ്യാർത്ഥികൾക്കു നേരെ പോലീസ് നടത്തിയ ലാത്തിചാർജ് അടക്കമുള്ള അതിക്രമങ്ങളുടെ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം ചോദിച്ചു. ഇന്ത്യൻ വിദ്യാഭ്യാസം അഴിമതി നിറഞ്ഞതായി മാറിയെന്നും വിദ്യാർത്ഥികൾക്കും വിശ്വാസം നഷ്ടപ്പെട്ടെന്നും രാഹുൽ പറഞ്ഞു. പ്രതിഷേധിച്ചവർക്കെതിരായ കേസുകൾ പിൻവലിക്കണമെന്നും വിദ്യാർത്ഥികളെ പോലീസ് തല്ലിച്ചതയ്ക്കരുതെന്നും സോനം വാങ്ചുക് വീഡിയോ സന്ദേശത്തിൽ ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങളിൽ തീരുമാനമായാൽ മാത്രമേ നിരാഹാരം അവസാനിപ്പിക്കൂ. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ചർച്ച നടത്താമെന്നും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റുന്ന കാര്യം ആലോചിക്കാമെന്നും സർക്കാർ അറിയിച്ചിരുന്നു. വിഷയവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് സഹായധനം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വഖഫ് ബോർഡിൽ മുസ്ലിങ്ങളല്ലാത്ത 2 അംഗങ്ങളെ ഉൾപ്പെടുത്തണമെന്ന കേന്ദ്ര നിയമം നടപ്പാക്കാമെന്ന് LDF സർക്കാരും നിലവിലുള്ള വഖഫ് ബോർഡും നിലപാടെടുത്തിരുന്നുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ബോർഡ് പുനഃസംഘടന നടത്തുമ്പോൾ അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്താമെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. നിലവിലുള്ള ബോർഡിൽ 2 പേരെ ഉൾപ്പെടുത്തുന്നതിന് പകരം പൂർണ്ണ പുനഃസംഘടന നടത്തും. പിണറായി സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിലും മുസ്ലിമുകളല്ലാത്ത 2 പേരെ പിന്നീട് നിയമിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വിശദീകരിച്ചു. വഖഫ് ബോർഡിൽ മുസ്ലിമുകളല്ലാത്ത 2 പേരെ ഉൾപ്പെടുത്തി പുനഃസംഘടിപ്പിക്കാൻ LDF തീരുമാനിച്ചിരുന്നെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ വാദം കള്ളമാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം P രാജീവ്. നിലവിൽ വഖഫ് ബോർഡിലെ 2 ഒഴിവുകൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളതിനാലാണ് LDF സർക്കാർ ഒഴിച്ചിട്ടത്. അല്ലാതെ അമുസ്ലിം അംഗങ്ങൾക്കാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വനിതകൾക്ക് മാത്രമായി KSRTC പരീക്ഷണാടിസ്ഥാനത്തിൽ പിങ്ക് ബസ് സർവീസുകൾ ഇന്ന് ആരംഭിക്കും. തിരുവനന്തപുരം ടെക്നോ പാർക്ക് റൂട്ടിലാണ് രാത്രികാല പിങ്ക് ബസ് സർവീസ് ആരംഭിക്കുന്നത്. സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായിട്ടുള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ഉച്ചയ്ക്ക് 1 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ ഗതാഗത മന്ത്രി CP ജോൺ നിർവഹിക്കും. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ സമരം ചെയ്ത പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള MPമാരെ കയ്യേറ്റം ചെയ്തതിൽ പ്രതിഷേധിച്ച് ഇന്ന് സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്ത് KSU. നരേന്ദ്രമോദിയുടെ കോലം കത്തിക്കാനും ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താനും KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ആഹ്വാനം ചെയ്തു. CPIയുടെ വിദ്യാർത്ഥി സംഘടനയായ AISFും ഇന്ന് വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. SFI നാളെ അഖിലേന്ത്യാ പണിമുടക്കിനാണ് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. സർക്കാർ ആശുപത്രികളിൽ DYFI നടത്തുന്ന സൗജന്യ ഭക്ഷണ വിതരണത്തെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. ഭക്ഷണം കൊടുക്കുന്നത് നല്ല കാര്യമാണ്, മറ്റുള്ളവരും ഇത് മാതൃകയാക്കണം. വല്ലാതെ രാഷ്ട്രീയവൽക്കരിക്കാതെയും ആശുപത്രിയിലെ സ്ഥലങ്ങൾ കയ്യേറാതെയും ഭക്ഷണ വിതരണം നടത്തണം. ആശുപത്രിക്കകത്ത് ചില സ്ഥലങ്ങൾ കയ്യേറുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിൽ ലഭിക്കാനുള്ള 1500 കോടി തരണമെന്ന് കേന്ദ്ര സർക്കാരിനോട് കേരളം ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിലാണ് മന്ത്രി N ഷംസുദ്ദീൻ SSK ഇനത്തിൽ ലഭിക്കാനുള്ള തുക ആവശ്യപ്പെട്ടത്. PM ശ്രീ പദ്ധതിയുമായി ഈ തുക കൂട്ടിക്കുഴയ്ക്കരുതെന്നും PM പോഷൻ പദ്ധതിയിൽ കേരളം സഹകരിക്കാമെന്നും മന്ത്രി ഷംസുദ്ദീൻ പറഞ്ഞു. കോന്നി പഞ്ചായത്ത് ഓഫീസിലെ കമ്മ്യൂണിറ്റി ഹാളിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി യോഗം നടക്കുന്നതിനിടെ സീലിംഗ് ഫാൻ പൊട്ടിവീണ് കുടുംബശ്രീ അംഗത്തിന് പരിക്കേറ്റു. കോന്നി സ്വദേശിനിയായ സന്ധ്യയ്ക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. കേരള തീരത്ത് ചരക്കു കപ്പലിന് തീപിടിച്ചപ്പോൾ 12 ചൈനീസ് നാവികരെ രക്ഷപ്പെടുത്തിയ ഇന്ത്യൻ സൈന്യത്തിന് നന്ദി പറഞ്ഞ് ചൈനീസ് ഉദ്യോഗസ്ഥൻ. ചൈനീസ് ഭരണകൂടം ഇന്ത്യയിലേക്ക് നിയമിച്ച പുതിയ ഡിഫൻഡ് അറ്റാഷെ റിയർ അഡ്മിറൽ യു ജിയാനാണ് ഇന്ത്യൻ സൈന്യത്തെ പ്രശംസിച്ചത്. കഴിഞ്ഞ വർഷമായിരുന്നു ചരക്ക് കപ്പലിന് തീപിടിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൌൺസിലർ R സുഗതന് നെടുമങ്ങാട് സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചു. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ 2 കേസുകൾക്കാണ് ജാമ്യം അനുവദിച്ചത്. അതേസമയം കാപ്പ കേസ് ഉള്ളതിനാൽ സുഗതന് ജയിലിൽ തന്നെ തുടരേണ്ടി വരും. തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്തേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രതിഷേധത്തിനിടെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLAക്ക് നേരെയും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കുമ്മനം രാജശേഖരൻ, തിരുവനന്തപുരം ഡെപ്യൂട്ടി മേയർ ആശാനാഥ് തുടങ്ങിയ നേതാക്കളും സമരത്തിനുണ്ടായിരുന്നു.
KPCC ആസ്ഥാനത്തേക്ക് BJP നടത്തിയ മാർച്ച് പ്രകോപനപരമാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. കേന്ദ്ര സർക്കാരിനെതിരായ ജനരോഷം മറയ്ക്കാനുള്ള ശ്രമമാണിതെന്നും ഇത്തരം പ്രകോപനങ്ങളെ കോൺഗ്രസ് രാഷ്ട്രീയമായി നേരിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഡൽഹിയിലെ പാർട്ടാ സമരത്തിന് ഐക്യദാർഢ്യവുമായി കൊച്ചി മഹാരാജാസ് കോളേജിൽ പ്രമുഖരുടെ കൂട്ടായ്മ. ചലച്ചിത്ര നടൻ ജോജു ജോർജ്, എഴുത്തുകാരനായ NS മാധവൻ, KR മീര, രഞ്ജിനി ഹരിദാസ്, നടി ഗൌരി കിഷൻ, ശീതൾ ശ്യാം, ബേബി ജീൻ, സംവിധായകൻ മഹേഷ് നാരായണൻ, ആഷിഖ് അബു, CPM ജില്ലാ സെക്രട്ടറി സതീഷ്, ഹരീഷ് വാസുദേവൻ തുടങ്ങിയ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. ജന്തർ മന്ദറിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ CJPക്ക് പിന്തുണയുമായി നടൻ ദുൽഖർ സൽമാൻ. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ സമരക്കാരെ കേൾക്കണമെന്നും വിദ്യാർത്ഥികൾ ജീവനൊടുക്കുന്നത് വേദനിപ്പിക്കുന്നുവെന്നും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുമുള്ള മനുഷ്യർ കരുണയും ബഹുമാനവും അർഹിക്കുന്നുവെന്നും താരം പറഞ്ഞു. CJP സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച നടൻ ടൊവിനോ തോമസിന്റെ ഇരിങ്ങാലക്കുടയിലെ വീടിനു മുന്നിൽ യുവമോർച്ച പ്രതിഷേധിച്ചു. വിദ്യാഭ്യാസ രംഗത്തെ ക്രമക്കേടുകൾക്കെതിരെ ഡൽഹിയിൽ നടക്കുന്ന സമരത്തെ അനുകൂലിച്ചതിനാണ് പ്രതിഷേധം. പണം വാങ്ങി CJP സമരത്തിന് പോയെന്ന് ആക്ഷേപിച്ച BJP നേതാവ് B ഗോപാലകൃഷ്ണൻ ആരാണെന്ന് രഞ്ജിനി ഹരിദാസ്. അങ്ങനെ ഒരാളെ കേട്ടിട്ടില്ലെന്ന് പരിഹസിച്ച രഞ്ജിനി ഹരിദാസ് എത്ര പണമാണ് വിദേശത്തുനിന്ന് കിട്ടിയതെന്നും പറയണമെന്നാവശ്യപ്പെട്ടു. തനിക്ക് 2 ദിവസം സ്റ്റേജ് ഷോ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് പോയതെന്നും രഞ്ജിനി പരിഹസിച്ചു. കൊച്ചി തീരത്ത് ഓറഞ്ച് വിക്ടോറിയ എന്ന സിംഗപ്പൂർ കപ്പലിടിച്ച് മത്സ്യബന്ധന ബോട്ട് തകർന്ന സംഭവത്തിൽ അന്വേഷണത്തിനുള്ള സ്റ്റേ ഹൈക്കോടതി നീക്കി. കോസ്റ്റൽ പോലീസിന് അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ്. നാളെ 11 മണിക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം. കടയ്ക്കാവൂരിൽ നടുറോഡിൽ യുവതിയുടെ കൈവെട്ടി മാറ്റിയ കാമുകനെ പോലീസ് പിടികൂടി. കടയ്ക്കാവൂർ സ്വദേശി വിജിക്കാണ് വെട്ടേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ വിജിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഞ്ചുതെങ്ങ് കായിക്കര സ്വദേശി അനുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. കർണാടകയിൽ കോൺഗ്രസ് ആസ്ഥാനത്തിന് മുന്നിൽ പ്രതിഷേധത്തിനെത്തിയ BJP MLAക്ക് നേരെ മുട്ടയേറ്. BP ഹരീഷ് MLAക്ക് നേരെയാണ് കോൺഗ്രസ് പ്രവർത്തകർ മുട്ടയെറിഞ്ഞത്. കോൺഗ്രസ് പ്രവർത്തകർ തന്നെ മർദ്ദിച്ചതായും ഹരീഷ് ആരോപിച്ചു. CJPയുടെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനെതിരെയുള്ള പോലീസ് അതിക്രമങ്ങൾക്കെതിരെ പാർലമെന്റിൽ ആഞ്ഞടിച്ച് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്. ഇന്നലെ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയാണ് അദ്ദേഹം പോലീസ് നടപടിയെ ചോദ്യം ചെയ്തത്. വിഷയത്തിൽ പ്രധാനമന്ത്രി വിശദീകരണം നൽകണമെന്നും അഖിലേഷ് യാദവ് ആവശ്യപ്പെട്ടു. ഡൽഹിയിൽ പോലീസ് അതിക്രമങ്ങളെ ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ കേന്ദ്ര സർക്കാരിന്റെയും ഡൽഹി പോലീസിന്റെയും പ്രതികരണം തേടി ഡൽഹി ഹൈക്കോടതി. 4 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടു. സംഭവവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ സൂക്ഷിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹർജി സെപ്റ്റംബർ 11 പരിഗണിക്കും. ആരുടെയും ഓഫീസിലോ വീട്ടിലോ ചർച്ചയ്ക്ക് പോകില്ലെന്ന് CJP വക്താക്കൾ. കഴിഞ്ഞ തവണ ചർച്ചയ്ക്ക് പോയപ്പോൾ പോലീസ് സമരക്കാരെ ആക്രമിച്ചു. ഇനി അത് ആവർത്തിക്കാൻ അനുവദിക്കില്ല. ചർച്ചയ്ക്കായി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ് വേദി നിർദ്ദേശിച്ചു. എന്നാൽ കേന്ദ്രം തയ്യാറല്ലെന്ന് സൌരവ് ദാസ് വ്യക്തമാക്കി. നിഷ്പക്ഷമായ വേദിയിൽ മാത്രമേ ചർച്ച നടത്തൂവെന്നും അദ്ദേഹം പറഞ്ഞു. ജന്തർ മന്ദറിലെ CJP സമരവേദിയിലേക്ക് രാജ്യത്തിന്റെ പല പ്രദേശങ്ങളിൽ നിന്നെത്തുന്ന ഭക്ഷണ ഓർഡറുകൾ ഇന്നലത്തേക്ക് നിർത്തണമെന്ന് CJP. ആവശ്യമുള്ള ഭക്ഷണം എത്തിയെന്നും കൂടുതലായാൽ പാഴാകുമെന്നും CJP എക്സിൽ കുറിച്ചു. സമര പിന്തുണയ്ക്കും ഭക്ഷണത്തിനും CJP നന്ദി അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും താൻ വീട്ടിലിരുന്ന് പഠിക്കുകയാണെന്നും ഈ വർഷത്തെ നീറ്റ് UG പുനഃപരീക്ഷയിൽ 2ാം റാങ്കുകാരനായ പൻഷുൽ ബൻസാൽ ഗോദി മാധ്യമമെന്ന് ആരോപിക്കപ്പെടുന്ന NDTVക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു പൻഷുൽ ഇക്കാര്യം പറഞ്ഞത്. ഡൽഹിയിലെ 16 മെട്രോ സ്റ്റേഷനുകൾ അടച്ചു. വൈകുന്നേരത്തോടെ തുറന്നു. രാജീവ് ചൌക്ക്, ലോക് കല്യാൺ മാർഗ്, ITO, സെൻട്രൽ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ ന്യൂദില്ലി മേഖലയിലെ പ്രധാന സ്റ്റേഷനുകളിലാണ് നിയന്ത്രണം. വിദ്യാർത്ഥികളുടെ പ്രശ്നം രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലും ഛത്തീസ്ഗഡിലും ചോദ്യപേപ്പർ ചോർന്നിരുന്നു. തമിഴ്നാട്ടിലും പഞ്ചാബിലും ബംഗാളിലുമൊക്കെ പേപ്പർ ചോർന്നു. കേരളത്തിൽ PSC പരീക്ഷാ പേപ്പർ ചോർന്നു. പിന്നെ എന്തുകൊണ്ട് കോൺഗ്രസ് കേന്ദ്ര സർക്കാരിനെ മാത്രം വിമർശിക്കുന്നുവെന്ന് JP നദ്ദ വാർത്താസമ്മേളനത്തിൽ ചോദിച്ചു. ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണത്തിൽ പോലീസുകാരന് വീരമൃത്യു. ജമ്മു കാശ്മീർ പോലീസിലെ ഹെഡ് കോൺസ്റ്റബിളായ ആഷിഖ് ഹുസൈൻ ഖുറേഷിയാണ് ഭീകരരുടെ വെടിയേറ്റ് മരിച്ചത്. അനന്തനാഗിലെ ലാൽ ചൌക്കിലായിരുന്നു ഭീകരാക്രമണം. അമർനാഥ് യാത്രയുടെ സുരക്ഷയുടെ ഭാഗമായി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് സംഘത്തിന് നേരെയാണ് ഭീകരർ വെടിവെച്ചത്. സൈന്യം ഈ പ്രദേശം വളഞ്ഞിട്ടുണ്ട്.
പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ഇന്നലെ കോൺഗ്രസ് ഒറ്റയ്ക്ക് പ്രതിഷേധം നടത്തിയതിൽ ഇന്ത്യ സഖ്യയോഗത്തിൽ വിമർശനം. തങ്ങളുമായി ആലോചിക്കാതെയും അറിയിക്കാതെയും പ്രതിഷേധം നടത്തിയതിൽ കോൺഗ്രസ് ഇതര കക്ഷികൾ തങ്ങളുടെ കടുത്ത അമർഷം അറിയിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ മകൾ നൈമിഷ പ്രധാന് നേരെ സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനം. ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം തകരാറിലാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് മന്ത്രിയുടെ മകൾ വിദേശത്ത് പഠിക്കാൻ പോയതെന്നും പണവും സൌകര്യവുമുള്ളവർ രാജ്യം വിടുകയാണെന്നും ആരോപിച്ചായിരുന്നു സോഷ്യൽ മീഡിയ ആക്രമണം. എയർ ബാഗിലെ സാങ്കേതിക തകരാറിനെ തുടർന്ന് 14,470 ലാൻഡ് റോവർ വാഹനങ്ങൾ തിരിച്ചുവിളിച്ചു. റേഞ്ച് റോവർ, ഡിഫൻഡർ, ഡിസ്കവറി എന്നീ സീരീസുകളിൽപ്പെട്ട വാഹനങ്ങളെയാണ് ഈ നടപടി ബാധിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് നേരെ ഓരോ തവണയും ഇറാൻ നടത്തുന്ന ആക്രമണത്തിന് പകരമായി ഇറാനിലെ ഒരു പാലമോ ഊർജ്ജ നിലയമോ തകർക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് ട്രംപ് ഇറാനെതിരെ ഭീഷണി മുഴക്കിയത്. ഉക്രൈനിൽ ആഭ്യന്തര രാഷ്ട്രീയ സൈനിക തലങ്ങളിൽ വൻ അഴിച്ചുപണി. പ്രതിരോധ മന്ത്രിക്ക് പിന്നാലെ യുക്രൈന്റെ സൈനിക മേധാവി ഒലക്സാണ്ടർ സിർസ്കിയെയും പ്രസിഡന്റ് വ്ളോദിമിർ സെലൻസ്കി പുറത്താക്കി. ജനറൽ മൈക്കലോ ദ്രപതിയാണ് ഉക്രൈന്റെ പുതിയ സൈനിക മേധാവി. നേരത്തെ ജനപ്രിയനായ പ്രതിരോധ മന്ത്രി മിഖൈലോ ഫെഡറോവിനെ സെലൻസ്കി പുറത്താക്കിയത് പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സൌദി അറേബ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തി. ഊർജ്ജ സുരക്ഷ, വിതരണ ശൃംഖല, അന്താരാഷ്ട്ര ജലപാതകളുടെ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ സൌദി ഉന്നതരുമായി അദ്ദേഹം ചർച്ച നടത്തി. ഉഭയകക്ഷി ബന്ധം ശക്തമാക്കാൻ ധാരണയായി. ഇറാൻ US സംഘർഷം 11ാം ദിവസവും രൂക്ഷമായി തുടരുന്നു. ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന ട്രംപിന്റെ ഭീഷണിയോടെ സമാധാന ചർച്ചകൾ വഴിമുട്ടി. സമാധാന ചർച്ചയ്ക്ക് അമേരിക്ക തയ്യാറാണെന്നും ഇറാനാണ് വരാത്തതെന്നും US സെക്രട്ടറി കുറ്റപ്പെടുത്തി. ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയെ UN സെക്രട്ടറി ജനറൽ ആക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ്. ന്യൂയോർക്ക് പോസ്റ്റിലെ വാർത്തയിലാണ് ട്രംപിന്റെ നിലപാട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഫിഫ ലോകകപ്പ് സംഘാടനത്തിൽ ഇൻഫന്റീനോ വഹിച്ച പങ്കിൽ ട്രംപിന് പൂർണ്ണ തൃപ്തിയുണ്ടെന്നും ലോകമെങ്ങുമുള്ള ജനങ്ങളെ ഒന്നിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നും ട്രംപ് പറഞ്ഞതായാണ് വാർത്ത.